ഫാത്തിമത്ത് നിസ്ബ. ഈ എഴുത്തുകാലത്തായിത്തിരി പട്ടികളുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും പരിക്ക് പറ്റുകയും ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിലെ കഥ. അങ്ങനെ ഒരു കൊച്ചു കഥയാണ് ഞാനിന്നിവിടെ മോണാത്തിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മീനുട്ടി, മീനുട്ടി, നീ എവിടെ പോയിരിക്ക കുട്ടി? ശാന്തേച്ചി, മീനുട്ടില്ല അവിടെ. നീ വിഷമിക്കണല്ലേ രേണു, അവളിവിടെ അമ്മയോട് കളിച്ചോണ്ടിരിക്ക. അല്ല രേണു, നീ കുളിമുറി തെന്നിയെന്ന് കാലിന് പെണ്ണുണ്ട്. ഹോസ്പിറ്റലെല്ലാം പോയി ശാന്തിച്ചി, നല്ല നീരുണ്ട്. അത് നടക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കണേ. മോളെ മീനുട്ടി, ഒന്ന് വേഗം വാട്ടോ. അമ്മേ, ഞാനിപ്പോ വരാം. ചേച്ചിട്ട് കളിക്കുന്ന കണ്ടപ്പോ ഞാൻ ഓടി വന്നതാ. മീനുട്ടി, മീനുട്ടി. അമ്മേ, ഇത് അച്ഛൻ വന്നു. അച്ഛനിന്ന് നേരത്തെയാ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, നീ അമ്മയെ സഹായിച്ചോ മീനുട്ടി? ഞാനിന്ന് പാത്രം മുറന്ന് അടിച്ചു വരാനും ഒക്കെ സഹായിച്ചു. ഞാൻ വലുതായി ഡോക്ടറായി എല്ലാവരും സഹായിക്കും. അച്ഛൻ്റെ പൊന്നു മോൾ തന്നെ. ദേവാനേട്ടാ, നാളെ മോളെ സ്കൂളിൽ വന്നേച്ചാൽ എനിക്കൊരു പേടിയാണ്. ഈ കാര്യം വെച്ചിങ്ങനെയാ ഞാൻ എൻ്റെ മോളെ സ്കൂളിൽ വന്നേക്കണേ. നാട്ടിലെങ്ങും തിരുവടികളാ. പക്ഷെ ഞാനാണ് എൻ്റെ മോളെ സ്കൂളിൽ വന്നേക്കുന്നത്. നീ വിഷമിക്കണത് രേണു, അവൾ അമ്മക്കുട്ടിയില്ല, അവൾക്കുട്ടീനെ അവളെ നോക്കിക്കോളും നമ്മുടെ മോളെ. നീ വിഷമിക്കണം കേട്ടോ. അമ്മേ, ഇത് അമ്മ ചേച്ചിട്ടും വന്നു. നമ്മളിപ്പോ വരാട്ടോ സ്കൂളിൽ പോയിട്ട്. ശരി മക്കളെ. മോളെ മീനുട്ടി ശ്രദ്ധിച്ചു പോണേ കേട്ടോ. അമ്മ ചേച്ചി കുര വരുന്നു ചേച്ചി. ഇത് എനിക്ക് പേടിയാകുന്നു അമ്മ ചേച്ചി. പേടിക്കണം മീനോട്ടി, അമ്മക്കുട്ടിയിലെ കൂട്ടിന് പട്ടികൾ ഓടി വന്നാൽ നമുക്കെതിരെ വീട്ടിൽ ഒതുക്കട്ടെ മോളെ. മോളെ മീനോട്ടി, നീ പറഞ്ഞ ശരിയാ മോളെ. പട്ടികൾ നമ്മൾ നേർക്കൂടുണ്ട്. മോളെ ഓടിക്കോ. അയ്യോ അമ്മേ, എന്നെ കടിക്കല്ലേ. അയ്യോ എന്നെ കടിക്കല്ലേ. അയ്യോ അമ്മ എന്നെ കടിക്കല്ലേ. മോളെ മീനോട്ടി, എന്നേക്ക് മോളെ. ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടമ്മേ. അയ്യോ, എൻ്റെ മോൾക്ക് എന്താ പറ്റിയ ഡോക്ടറെ? എൻ്റെ മോളെ വലിച്ചു കയറിയാണ് ടീച്ചറാ. ഡോക്ടറെ, എൻ്റെ മോൾക്ക് ഇഞ്ചക്ഷൻ എടുക്കണം ഡോക്ടറെ. അവർക്കൊരാപത്തും കൂടെ തിരിച്ചു തരണല്ലോ ഡോക്ടറെ. നിങ്ങൾ വിഷമിക്കാതെ. കുട്ടിയെ വന്നപ്പോഴേക്കും നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ കടിയിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കല്ലോ കേട്ടോ. മോളെ മീനുട്ടി, എഴുന്നേക്ക് മോളെ. എന്താ അമ്മ എനിക്കിഷ്ടപ്പെട്ട പാൽക്കഞ്ഞി കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോൾക്ക് പണിയുള്ളതല്ലേ, എന്തെങ്കിലും കഴിക്കും മോളെ. അമ്മ എനിക്ക് ഒന്നും വേണ്ട അമ്മ. കഞ്ഞി പോയിട്ട് ഒന്നേര് പോലെ എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല അമ്മ. ദാഹിച്ചിട്ട് വയ്യമ്മ. വെള്ളം കാണുമ്പോൾ എനിക്ക് പേടിയാകമ്മേ. ഞാൻ മരിച്ചു പോകണ്ടമ്മേ. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. മോളെ ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറ്റുന്നുണ്ട്. അവൾക്ക് നല്ല പനിയും വേദനയും. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോളൂ. അയ്യോ, അവൾ നമ്മുടെ മോൾ നമ്മളെ വിട്ടുപോയി. അവൾ നമ്മളെ വിട്ടുപോയി. അയ്യോ, എനിക്കിത് സഹിക്കാൻ കഴിയില്ല. എനിക്കിതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. 15 വർഷത്തിന് ശേഷം കിട്ടിയ നിധിയായിരുന്നു. ഏക പ്രതീക്ഷ അവളായിരുന്നില്ലേ ബാലേട്ട. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം നശിച്ചില്ലേ മീനുട്ടി. ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയി നമ്മുടെ മോളെ നമുക്ക് നഷ്ടമായതെങ്ങനെ ഡോക്ടറെ? പിടിച്ച നമ്മുടെ കളി തലക്ക് മുകളിലായ പെട്ടെന്ന് വൈറസുകൾ തലച്ചോറിലാകും. ഇഞ്ചക്ഷൻ എടുത്താൽ തന്നെ നമ്മൾ സഹായം. ഒരിറ്റ വെള്ളം പോലെ ലഭിക്കാനാണ് എൻ്റെ മോൾ തനിയമായി മരിച്ചത്. വേദരചനാമയ്ക്കുണ്ടാകുക എൻ്റെ മോളെ. അതേ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന്യത്തിന് നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നാണ്. ഇതിനൊക്കെ പരിഹാരം കാണാൻ അധികാരികൾ കൺതുറന്നേ മതിയാകൂ. അഥവാ നടപടിയെടുത്താൽ തന്നെ പ്രതിഷേധവുമായി എത്തുന്ന പ്രിയപ്പെട്ട മൃഗസ്നേഹികളുടെ ചോദ്യം. നാളത്തെ അത്താണിയാവാൻ പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവരുടെയൊക്കെ ജീവനേക്കാൾ വലുതാണോ നിങ്ങൾക്ക് മൃഗസ്നേഹം? ചിന്തിക്കൂ, കൺതുറന്ന് പ്രവർത്തിക്കൂ. നന്ദി, നമസ്കാരം.